ഗുരുവായൂരപ്പനെ മിസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചേ ഉള്ളൂ. പക്ഷേ ഗുരുവായൂരപ്പൻ അങ്ങനെ വിടില്ലാലോ അല്ലേ? വേഗം ഒരു അനുഭവത്തിലേക്ക് കടക്കാം. നല്ല സുഖമുള്ള ഒരു അനുഭവം. എന്ത് രസമായിരുന്നു എന്നറിയോ? എൻ്റെ പേര് സംഗീത എന്നാണേ. തൃശ്ശൂരാണ് വീട്. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയട്ടെ. ഞാനും ഹസ്ബൻഡും മോളും എല്ലാ ആഴ്ചയും ഗുരുവായൂർ പോവാറുണ്ട്. പക്ഷേ 2 ആഴ്ചയോളമായി ചില കാരണങ്ങളാൽ പോവാൻ കഴിഞ്ഞില്ല. എനിക്ക് ഭഗവാന്റെ ഒരു ആബ്സെൻസ് ഒത്തിരി ഫീൽ ചെയ്തു. ഉച്ചയ്ക്ക് മോൾക്ക് ഫുഡ് കൊടുക്കുന്നതിനിടയിൽ ഞാൻ കണ്ണനെ ഓർത്ത് കരഞ്ഞുപോയി. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. നീ എവിടെയാണ് കൃഷ്ണ എന്ന് ചോദിച്ചു. മറുപടി എന്നോണം ഫോണിൽ മെസ്സേജ് ടോൺ വന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ണനോട് എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണൻ കേൾക്കുന്നുണ്ടെന്ന്. പറയും പോലെ ഫോണിൽ മെസ്സേജ് വരും കേട്ടോ, റിംഗ് ടോണ്. ഇന്നും അതുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എനിക്ക് കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, നീ എനിക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ തരണേ, എനിക്ക് നിന്റെ പ്രസൻസ് അറിയാൻ കഴിയണേ, മിസ് യു കണ്ണാന്ന്. അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വീടിന് ടെറസിന് മുകളിൽ വാഷ് ചെയ്ത തുണികൾ ഇടാൻ പോയതാണേ. അവിടെ ചെന്ന് ഉണങ്ങിയ തുണികൾ എടുക്കുകയായിരുന്നു. മോൾക്ക് 2 വയസ്സാണ്. അവൾ ഓടിക്കളിക്കുകയായി. ഞാനൊരു തുണി അയലിൽ നിന്ന് എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ തുണികൾ നിലത്ത് വീഴാതിരിക്കാൻ മറ്റും ഇടുന്ന ക്ലിപ്പുകളുണ്ടല്ലോ. ഞാൻ ആ തുണി എടുക്കാൻ ക്ലിപ്പ് അകത്തിയതും എൻ്റെ കയ്യിലേക്ക് ചിലു എന്തൊക്കെയോ വീണു. ഞാൻ പെട്ടെന്ന് പേടിച്ചു. വല്ല പ്രാണികളായിരിക്കും എന്ന് കരുതി. മഴക്കാലമല്ലേ. പക്ഷേ ഞാൻ കൈ കുടഞ്ഞില്ല. ഞാൻ എൻ്റെ ഉള്ളം കൈയിലേക്ക് നോക്കിയപ്പോൾ ഒരു 5-8 മഞ്ചാടി മണികൾ. ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. കുറച്ചു നേരത്തേക്ക് ഞാൻ സ്തംഭിച്ചു പോയി. ഇതെങ്ങനെ മഞ്ചാടി മണികൾ എൻ്റെ കയ്യിൽ? അപ്പോഴേക്കും മോൾ ഓടി വന്ന് അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. കണ്ണാ കണ്ണാ എന്ന് പറഞ്ഞ്. അവൾക്കിത് എന്തിനാണെന്ന് വെച്ചാലേ, വീടിൻ്റെ കണ്ണൻ്റെ വിഗ്രഹത്തിന് താഴെ കണ്ണൻ്റെ കാലിന് ചുവട്ടിൽ അവളെ ഇങ്ങനെ വെക്കാറുണ്ട്. വീടിനടുത്തൊരു മഞ്ചാടി മരമുണ്ടേ. ടെറസിന് താഴെ 1-2 മണികൾ കിടക്കാറുണ്ട്. അത് അവൾ പെറുക്കിയെടുക്കാറുണ്ട് കണ്ണിന് കൊടുക്കാൻ. അതുപോലെ തന്നെ അത് ഈ അടുത്ത് ഒക്കെ ആയിട്ട് ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി ഉരുളിയിൽ സമർപ്പിക്കാറുണ്ട്. അങ്ങനെ താഴെ വന്ന് മഞ്ചാടികൾ അവന് കണ്ണന് സമർപ്പിച്ചു കേട്ടോ. പിന്നെയാണ് ഞാൻ കുത്തിയിരുന്ന് ചിന്തിച്ചത്. ഭഗവാനോട് ഞാൻ ചോദിച്ചിരുന്നല്ലോ, എനിക്ക് ഭഗവാനെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നിയിരുന്നല്ലോ എന്ന്. ആ തോന്നലാണ് ഭഗവാൻ മാറ്റിയത്. ഞാൻ ചോദിച്ച ആ അനുഭവമാണ് ഭഗവാൻ എനിക്ക് ശരിക്കും തന്നത് കേട്ടോ. ശരിക്കും ആ ക്ലിപ്പിനുള്ളിൽ എങ്ങനെ മഞ്ചാടികൾ വന്നു? എനിക്ക് അതിശയാണ് ഇപ്പോഴും. ഭഗവാനാണ് എൻ്റെ ഉള്ളം കൈയിലേക്ക് ആ മഞ്ചാടി മണികൾ തന്നത്. ഇനിയും കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ, വഴിയേ പറയാമെന്ന് കരുതുന്നു. എന്തായാലും നല്ല രസമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നില്ലേ? എന്ത് രസമാണ് ആ മഞ്ചാടി മണികൾ ഊർന്ന് ആ ചേച്ചിയുടെ കയ്യിലേക്ക് വീഴുന്നതൊക്കെ. അങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരാം, ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. ഹരേ കൃഷ്ണ.